സോ നല്ല ഇടിയും മഴയും പുറത്ത് നടക്കുന്നുണ്ട്. ഹൈ സോൾസ്. സോ ഡി എംസിൻ്റെ കറൻറ്റ് എനർജിയാണ് പറയുന്നത്. നോക്കൂ കാർഡ്സ്. ടവർ, ഏസ് ഓഫ് സോർട്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ 8 ഓഫ് കപ്സ് ആണ്, ഡെത്ത് ആണ്, ഹാങ്ഡ് മാൻ ആണ്, സണ്ണാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ കുറേ ടാരോ റീഡിങ്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും എന്താണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന്. വളരെ രീതിയിൽ അവർ പെയിൻ അനുഭവിക്കുന്നുണ്ട്. പെയിനാണ് ഇപ്പോൾ എന്താണ് പെയിൻ എന്ന് നന്നായി അറിയുന്ന ഒരു സമയമാണ് അവർ. ബിക്കോസ് അത്രയും ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. ഡെത്ത് നോക്കൂ. ഡെത്ത് എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെടുമെന്നല്ല, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആരുടെയും മരണത്തിലൂടെയോ അങ്ങനെയൊക്കെ ആയിരിക്കാം അവർക്ക് ആ വീക്കിളിയും വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു കാർമിക് പാർട്ട്ണർ വിട്ടു പോകുമ്പോഴും അതൊരു ഡെത്ത് പോലെ തന്നെയാണല്ലോ. വിട്ടുപോകാന്ന് പറഞ്ഞാൽ മരണം എന്നല്ല, സെപ്പറേറ്റഡ് ആകുമ്പോഴോ ഡിവോഴ്സ്ഡ് ആകുമ്പോഴൊക്കെ ഡെത്ത് എന്ന് പറയുന്നത് പല രീതിയിലാണ് ആ ഒരു ഡെത്ത് കൊണ്ടുവരാം. നിങ്ങൾ ഡെത്ത് എന്താ പറയുക, മരണത്തിന് ശേഷമുള്ള ബുക്സൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഡെത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോറിൽ നിന്ന് അടുത്ത ഡോറിലേക്ക് പാസ് ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് സോൾ ട്രാവൽ ചെയ്യുന്നു. അതാണ് അല്ലേ? വളരെ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആ രീതിയിലുള്ള ഡയമെൻഷൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കുറേ നാൾ താഴ്ന്ന ലെവലിൽ അനുഭവിക്കേണ്ടി വരും. സോ ഡെത്ത് എന്ന് പറയുന്നത് കണ്ടോ, അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നമ്മളുടെ വേണ്ടാത്ത ക്യാരക്ടർ യമൻദേവൻ വന്ന് കൊണ്ടുപോവുകയാണ്. ആൾക്കാരൊക്കെ കുറേ പേര് മരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അമ്മയും കുട്ടിയും ഡെത്തിനോട് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകരുത്, ഞങ്ങളുടെ അങ്ങനെ എന്താ പറയുക, അതിനർത്ഥം വെച്ചാൽ എനിക്ക് മാറാൻ താല്പര്യമില്ല. ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധപൂർവ്വമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചേഞ്ചിലേക്ക് പോകേണ്ടി വരും. അതാണ് ഡെത്ത് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും നമ്മൾ ഡിവൈൻ മാസ്കുലിൻസിനൊക്കെ സംഭവിക്കുന്നത് ഡെത്താണ്. പക്ഷേ ഡെത്ത് എല്ലാവർക്കും വരുന്നതാണ്, അത് വരാതിരിക്കില്ല. പക്ഷെ അതിനുശേഷം നമുക്ക് വേണ്ടാത്ത നമ്മുടെ ക്യാരക്ടർ പോയിട്ട് ഇത്ര നാൾ നമ്മൾ 3D അല്ലെങ്കിൽ ഇല്യൂഷണറി ലൈഫിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കാം. അത് മാറിയിട്ട് നമ്മൾ കൂടുതലും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യും. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിനാണ് കുറേ പേർക്ക് സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുന്നത്. ഓക്കെ, കണ്ടോ ഹാങ്ഡ് മാൻ. അവർക്ക് ഇതെന്താണ്, ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്താലും എന്തൊക്കെ തുടങ്ങിയാലും ഇതെന്താണ് ഇങ്ങനെ വിപുലമായിട്ട് നല്ല രീതിയിലല്ലാതെ അത് നടക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഡെത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഒരു ജേർണിയാണ്. നമുക്ക് വേണ്ടാത്തതായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുക. കംപ്ലീറ്റ്ലി കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ആ ചേഞ്ച് വരുള്ളൂ. കണ്ടോ 5 ഓഫ് പെൻറ്റക്കിൾസ്. ഹെൽത്ത് ഇഷ്യൂസ്, ചിലവർക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് ഹെൽത്തിനൊക്കെ ബാധിക്കുന്നതായിട്ട് അതിൽ കുറേ പൈസ ചിലവാകുന്നുണ്ടായിരിക്കും. സേവ് ചെയ്ത് വെച്ചത് അതിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പറ്റിക്കാനും അതിൽ നിന്ന് പൈസ പോകാനും ചാൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതും തകർന്ന് തരിപ്പണാവാനും ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സാധനം വീട് പൊട്ടുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു സൈനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്താണോ അവർ ഇത്ര നാളും നല്ലതെന്ന് കരുതിയതൊക്കെ അവരിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കണ്ടോ ഇനി അവരിലേക്ക് ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഈസ് സെൽഫ് ലവ്. 8 ഓഫ് കപ്സ്. ഇത്ര നാളും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ലൈഫും സന്തോഷവും ഒക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർ ഇങ്ങനെ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്നു, സ്ലേവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ആരുടെയും സ്ലേവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, എനിക്ക് ലൈഫിൽ വേണ്ടത് പീസാണ്, ഇന്നർ പീസാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ ഏസ് ഓഫ് സോർട്സ് അതിനെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി, ലൈഫിൽ ക്ലാരിറ്റി കിട്ടുകയാണ്. ഏതായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ക്ലാരിറ്റി കിട്ടുകയാണ്. ഇത്ര നാളും ഒരു മൂടൽ മഞ്ഞ് പോലെ പലതും മൂടിക്കെടുക്കുന്നത് കൊണ്ട് അപ്പുറത്തെ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റേതൊക്കെ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. കണ്ടോ ഏസ് ഓഫ് സോർട്സ് ആണ്. എയർ സൈൻസ്. ഇതിലിപ്പോൾ സയൻസ് പറയാൻ എയർ സൈൻ പറയാം. കപ്പുണ്ട്. വാട്ടർ സയൻസ് ആണ്. ഈ വാട്ടർ സൈൻ ഉള്ളവർ എപ്പോഴും വെള്ളത്തിൻ്റെ പോലെ ഭയങ്കര ഇമോഷൻസ് ആയിരിക്കും ലൈഫിലുണ്ടായിരിക്കും. കുറേ കരയാനും വേദനിക്കാനും ചാൻസസ് കൂടുതലായിരിക്കും വാട്ടർ സയൻസ് ഉള്ളവർ. അതുപോലെ ഇവിടെ ടോറസ് ഉണ്ട്. അതുപോലെ നമുക്ക് റൂട്ട് ചക്ര, എല്ലാ ചക്രാസും പറയുന്നുണ്ട്. ഫയർ സയൻസിൻ്റെ എല്ലാ സയൻസും ഉണ്ട്. കൂടുതലും നമുക്ക് മേജർ ആർക്കാന കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഹാങ്ഡ് മാൻ കാർഡുണ്ട്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാൻ T ഷേപ്പിലാണ് നിൽക്കുന്നത്, തല തിരിഞ്ഞ് നിൽക്കുന്നത്. ബിക്കോസ് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ പറ്റിച്ച് പോവുക, വിശ്വസിച്ച ആൾക്കാർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പറ്റിച്ച് പോവുക, ഒരാളും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ക്രൗണാണ് മെയിനായിട്ട് ഇപ്പോൾ ബി എംസിന് നടക്കുന്ന. ചക്രാസ് ആണെങ്കിൽ ക്രൗൺ ചക്ര, തേർഡ് ഐ ചക്ര,
ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര, ഇതൊക്കെയാണ് ഇപ്പോൾ അവർക്ക് അപ്ഗ്രേഡ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള DFസിനും അതിൻ്റേതായിട്ടുള്ള ചക്രാസിനും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തവർക്ക് പെട്ടെന്ന് സോർ ത്രോട്ട് വരെ തൊണ്ടയ്ക്ക് ഭയങ്കര പെയിൻ തോന്നാം. കാരണം ത്രോട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. ക്രൗൺ ആണെങ്കിൽ തലവേദന, ഭയങ്കര കൺഫ്യൂഷൻസ്, പെട്ടെന്ന് തലയ്ക്ക് ഇങ്ങനെ ഒരു പെയിൻ പോലെ വരാം. എനിക്ക് പെട്ടെന്ന് വന്നിരുന്നു, എന്താണെന്ന് ഞാനത് നോത്തോണ്ടിരുന്നു. പക്ഷെ അത് ക്രൗൺ ചക്ര അവിടെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി നമ്മളിലേക്ക് വരുന്നതാണ്. ഓക്കെ, കണ്ടോ, ദിസ് ഇസ് ക്രൗൺ ചക്രയാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്രൗൺ എപ്പോഴും ഓപ്പൺ ചെയ്യാൻ പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട്. ഓൾവേസ് ഓപ്പൺ ചെയ്യുക, ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യാനും. ലാസ്റ്റത്തെ കാർഡ് നോക്കൂ, സൺ കാർഡാണ്. അതിന് താഴെ 6 ഓഫ് കപ്സ്. ഈ മാസം 6 അല്ലേ? 6 ആണ്. 6 എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് മെമ്മറീസ് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടാരോ കാർഡിൽ 6 എന്ന് പറയുന്നത് ലവേഴ്സ് കാർഡ് 6 ആണ്. സോൾമേറ്റ്സ് എന്നൊക്കെ വരുമ്പം 6 നമ്പറാണ് ഡിനോട്ട് ചെയ്യുന്നത്. 6 എന്ന് പറയുന്നത് കുറേ പേർക്ക് റീയൂണിയൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കാണാനോ മീറ്റ്, കുറേ നാൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ദർ ഈസ് എ ചാൻസ് ഓഫ് മീറ്റിംഗ് ദം, ഒരു കോൺവെർസേഷനും ഒന്ന് ജസ്റ്റ് കണ്ടുമുട്ടൻ. ബിക്കോസ് അവർ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, പാസ്റ്റ് മെമ്മറീസ് അതൊക്കെ അവരെ അലട്ടുന്നുണ്ട്. ബിക്കോസ് എത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഈ ഒരു മെമ്മറീസും കാര്യങ്ങളാണ് അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊസസീവ്നെസ് ഉണ്ട്. 4 ഓഫ്, കാരണം അവർ എനിക്ക് തോന്നുന്നു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിൻസിന് എനിക്ക് മനസ്സിലായിട്ടുള്ള അവർ ഭയങ്കര പൊസസീവാണ്. അവരൊന്നും കൊടുക്കില്ല, അവരവരുടെ സ്നേഹം കൊടുക്കില്ല, അവരുടെ പൈസ കൊടുക്കില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. കാരണം അവർക്കതൊന്നും ലഭിച്ചിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവർക്കുള്ളത് അവർ കൊടുക്കാൻ പേടിയാണ്. ബിക്കോസ് അവർ ഫിയർ ഫാക്ടറിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ കമ്മിങ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് 8 ശരങ്ങൾ വരികയാണ്. അത് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും കമ്മ്യൂണിക്കേഷൻ ആയിട്ടും ട്വിൻ ഫ്ലെയിം റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് DFs നല്ല രീതിയിൽ ഇന്നോവർക്ക് ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തരുന്നുണ്ട്. കണ്ടോ, 8 ഓഫ് വാൻഡ്സ് നമ്മളിലേക്ക് നിർത്താതെ വരികയാണ് ശരങ്ങൾ. ഒരു കാർഡും കൂടി എടുക്കാം. യെസ്, അതുപോലെ കണ്ടോ, ഏസ് ഓഫ് പെന്റക്കിൾസ്. കരിയർ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏസ് ഓഫ് പെന്റക്കിൾസ് പോലെ യൂണിവേഴ്സ് ഒരു കൈ തന്നിട്ട് പുതിയതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഗ്രാപ്പ് ചെയ്യുക. ബാക്കിലും കാണിക്കുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. സോ നിങ്ങൾക്ക് കുറേ പുതിയ തുടക്കങ്ങളാണ് ഈ ജൂൺ എന്ന് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ വാൻഡ്സ്, പെന്റക്കിൾസ്, സാമ്പത്തികമായിട്ടും പുതിയ റിലേഷൻഷിപ്പിനും ഒക്കെ ഇതുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്ന കാർമിക് പാർട്ട്ണർ ആയിരിക്കും. എനിക്ക് പറയാനുള്ള കാർമിക് പാർട്ട്ണർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാവർക്കും ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു പാഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്യാം. യൂണിവേഴ്സിനെ കൂടെ വിളിച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. മാക്സിമം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക. ചെറുതായി ഏൺ ചെയ്യുക. നിങ്ങൾ സെൽഫ് ലവേക്കും ഇൻഡിപെൻഡൻസിലേക്കും പോകണമെന്നും കൂടിയാണ് ഈ കാർഡ് പറയുന്നത്. കാരണം അത്രയും പെയിൻ അനുഭവിച്ചു വരുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ശക്ത അവസ്ഥയിലായിരിക്കും. സോ നമ്മളെപ്പോഴും അത് ആക്റ്റീവായിട്ട് അവരവരുടെ സെൽഫ് ഫോക്കസിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ലവിലേക്ക് വരുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്. കുറേ DFs മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്താണ് ട്വിൻ ഫ്ലെയിം ജേർണി പോകുമ്പോൾ എന്താണ് ഇതിന് എൻഡ് റിസൾട്ട് വരിക, എനിക്കിങ്ങനെ സംഭവിക്കാൻ പറ്റുമോ, എനിക്കിങ്ങനെ നടക്കുമോ, പല ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ലൈഫിലത്തെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കേ അറിയാൻ സാധിക്കുമോ, നിങ്ങൾ അതിനുവേണ്ടി കണക്ട് ചെയ്യണം. ഓക്കെ, എനിക്കിത് നിങ്ങളുടെ ഡെസ്റ്റിനി പറഞ്ഞു തരാൻ സാധിക്കില്ല. പറ്റും ടാരോ റീഡിങ് അതുപോലെ ആസ്ട്രോളജി എന്ന രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ മാക്സിമം എനിക്ക് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക. കാരണം നമ്മൾ വർക്ക് ചെയ്തതിൽ നമ്മൾ ഒരിക്കലും വളരില്ല. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് പലതും വരുമ്പോഴും അതിലെന്തെങ്കിലും പഠിക്കാൻ ലെസൺസ് തരാൻ വേണ്ടിയിട്ടാണ് വരുന്നുണ്ടായിരിക്കും. അത് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതുപോലെ ടവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ് പുതിയത്, അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. റിലേഷൻഷിപ്പായാലും സ്നേഹമായാലും എന്താ പറയുക, ജോലി ആയാലും ഒക്കെ നമ്മൾക്ക് എനർജി അനുസരിച്ച് നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരും. ചിലവർ നമ്മൾ ഈ ഒരു ഇന്നവർക്ക് ചെയ്യുമ്പോൾ നമ്മളിന്ന് പോകുന്നവരുണ്ട്. അത് നമുക്ക് അവർ പുറത്ത് കാണുമ്പോൾ ഔട്ടറിൽ അവർ നല്ല ആത്മാവായിരിക്കും, പക്ഷെ ഉള്ളിനുള്ളിൽ അവർ ഭയങ്കര ഒരു എനർജി വാമ്പയർ. അത് യൂണിവേഴ്സിന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അവരെ മാറ്റുമ്പോൾ അവർ പിന്നാലെ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് നിങ്ങളാണ്. സോ ഈ കാർഡിൽ വളരെ കൂടുതലും വന്നിട്ടുള്ളത് മേജർ ആർക്കാന കാർഡ്സാണ്. ഇപ്പോൾ 12 ഞാൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കൂടുതൽ വന്നിട്ടുള്ളത് മേജർ ആർക്കാന കാർഡ്സാണ്. പിന്നെ കുറച്ച് മൈനർ ആർക്കാന കാർഡ്സും വന്നിട്ടുണ്ട്. മേജർ ആർക്കാന പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും റെസനേറ്റ് ആവും. ഈ ഒരു മന്ത് ഹോൾ റെസനേറ്റ് ആവാൻ വളരെ ചാൻസസ് ഉണ്ട്. സോ ഡെത്തും ടവറും വന്നിട്ടുണ്ട്, മനസ്സിലായോ? ഡെത്തും ടവറും എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ള അവേക്കനിങ് ആണ്.
പക്കാര പെയിൻ ആയിരിക്കും. ആ പെയിൻ എന്ന് പറയുന്നത് ഹെൽത്തിൻ്റെ മീൻസ് നമുക്ക് ആരോഗ്യമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും. ആ ഒരു പെയിനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴായിരിക്കാം, പല രീതിയിലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. പല രീതിയിലാണ് അവേക്കനിങ് സംഭവിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ എപ്പോഴും യൂണിവേഴ്സിനെ കൂട്ടുപിടിക്കുക. നിങ്ങൾ കൂടുതൽ ഇന്നവോക്ക് ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നേരം 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് നോ തോട്ട് മെഡിറ്റേഷൻ ഇരിക്കും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോ റീഡിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. ഡിവൈൻ മാസ്കുലിൻസ് കുറച്ച് ഡീറ്റെയിൽ റീഡിങ് ആണ്. എല്ലാത്തിനും ആക്ഷൻ എടുക്കാനും കാര്യങ്ങളെല്ലാം ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭം ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ ഒരു സ്റ്റേബിൾ എനർജിയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു അവേക്കണിങ് അവർക്ക് അവേക്കണിങ് പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും, കുറേ കൊല്ലമൊന്നും മുന്നേ വരില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ അവർ ആക്ഷൻ എടുക്കാനും കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ അത് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. നമ്മുടെ ലൈഫാണ് ഇമ്പോർട്ടൻ്റ്, അത് നോക്കുക. ഇപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കരിയറും ഫിനാൻസും അതിലേക്ക് ഫോക്കസ് ചെയ്യുക. റിലേഷൻഷിപ്പ് നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. ഇപ്പോൾ കുറേ പേര് ബ്രേസ്ലെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, റോസ് കോഡ്സും ഇതൊക്കെ. അതൊക്കെ ലവ് ഹീലിങ്ങിനും റിലേഷൻഷിപ്പ് ഹീലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സോ നല്ല രീതിയിൽ എനർജി പൊസസ് ചെയ്യുമ്പോൾ ആ ഒരു എനർജിയും അവിടെ ആ പോയിന്റിലും ആ എനർജീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസ് വരാൻ വളരെ ചാൻസസ് കാണിക്കുന്നത്, ഹൈ ചാൻസസ് ഉണ്ട്. ഹാങ്ഡ് മാൻ ആണ്, അവർക്കും ചില കാര്യങ്ങൾ പിടികിട്ടുന്നില്ല എന്താ സംഭവം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി മെസ്സേജ് ചെയ്യാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ കാര്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ താങ്ക് യു.